സ്കൂൾ കായികമേളയുമായി കായിക അധ്യാപകർ സഹകരിക്കുന്നില്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നിട്ടും സഹകരിക്കാൻ ഇതുവരെയും അധ്യാപകർ തയ്യാറായിട്ടില്ല. ദീപശിഖ പ്രയാണം നാളെ എറണാകുളത്ത് നിന്ന് തുടങ്ങുമെന്നും സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 20,223 വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന കായികമേളയോടനുബന്ധിച്ചുള്ള ദീപശിഖ പ്രയാണം ഒക്ടോബർ 19 എറണാകുളത്ത് നിന്ന് ആരംഭിക്കും. ആലപ്പുഴ, കൊല്ലം ജില്ലകളിലെ വിവിധ സ്കൂളുകളിലെ സ്വീകരണം ഏറ്റുവാങ്ങി 20-ാം തീയതി തിരുവനന്തപുരത്ത് എത്തിച്ചേരും. 21-ാം തീയതി നഗരത്തിലെ വിവിധ സ്കൂളുകൾ സ്വീകരണം ഏറ്റുവാങ്ങി പട്ടം ഗേൾസ് സ്കൂൾ ട്രോഫി ഘോഷയാത്രയുമായി ചേർന്ന് ഉദ്ഘാടന വേദിയായ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ എത്തിച്ചേരും. കായിക അധ്യാപകർ ഇതുവരെ അവർ ശരിയായ രീതിയിൽ സഹകരിച്ച് തുടങ്ങിയിട്ടില്ല. അവർ പറഞ്ഞ 2-3 പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അവർ വന്ന് പറഞ്ഞത് ഇത് ഒന്ന് പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി ചുമതലപ്പെടുത്തണം. അപ്പോൾ ഞാൻ പറയും, നിങ്ങളുടെ മാത്രമല്ല കലാ ടീച്ചർമാർ ഈ പ്രശ്നമുണ്ട്, ആർട്സ് ടീച്ചേഴ്സിന് ഈ പ്രശ്നമുണ്ട്. അപ്പോൾ 2 കൂട്ടരെയും പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി നിയോഗിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷവും അവർ പൂർണ്ണമായി സഹകരിച്ചെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. വിജിൻ വായാന്തോട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകും. വിജിൻ, മന്ത്രി പരസ്യമായി തന്നെ അതൃപ്തി രേഖപ്പെടുത്തുകയാണോ? അനിഷ, തീർച്ചയായും കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് ഒരു ഉത്തരവിറക്കിയിരുന്നു. കഴിഞ്ഞ കുറെ കാലമായി കായികാധ്യാപകർ സമരത്തിലും ഒപ്പം തന്നെ അതൃപ്തിയും പ്രതിഷേധവും ഒക്കെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കായികമേള, 2ാമത് ഒളിമ്പിക്സ് മോഡലുള്ള കായികമേള 21-ാം തീയതി മുതൽ ആരംഭിക്കാനിരിക്കെയാണ് മന്ത്രി കായികാധ്യാപകർ ഇത്തവണയും സഹകരിക്കുന്നില്ല എന്നുള്ള വിമർശനം ഉയർത്തിയത്. പരസ്യമായി തന്നെ അക്കാര്യം മന്ത്രി വ്യക്തമാക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം 1:500 എന്നുള്ള അനുപാതം, അതായത് 500 വിദ്യാർത്ഥികൾക്ക് ഒരു കായികാധ്യാപകൻ എന്നുള്ള നിലയിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഫോർമേഷൻ എന്ന് പറയുന്നത്. അതിന് ഇപ്പോൾ അവരുടെ ആവശ്യപ്രകാരം 1:300 മാറ്റുകയും ഒപ്പം തന്നെ അധ്യാപകരുടെ സംരക്ഷണം പൂർണ്ണമായും ഏറ്റെടുക്കണമെന്ന ആവശ്യമൊക്കെ അധ്യാപകർ ഉന്നയിച്ചിരുന്നു. അത് ഉറപ്പു നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 2023-24 വർഷം മുതൽ മുൻകാല പ്രാബല്യം നൽകിയാണ് നിലവിൽ ഈ കായികാധ്യാപകരുടെ റേഷ്യോ മാറ്റം വരുത്തി സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തത്. എന്നാലും ഇവർ ഇപ്പോഴും സഹകരിക്കുന്നില്ല എന്നുള്ള വിമർശനമാണ് മന്ത്രി രേഖപ്പെടുത്തിയത്. ഇന്ന് സ്കൂൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 20,223 വിദ്യാർത്ഥികളാണ് ഈ സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുക. ഒപ്പം തന്നെ 19-ന് ദീപശിഖ പ്രയാണം നാളെ മുതൽ ആരംഭിക്കും. അത് എറണാകുളത്ത് നിന്നാണ് എത്തുക. 76 സ്കൂളുകളിലായി താമസ സൗകര്യം ഈ വിദ്യാർത്ഥികൾക്ക് ഒരുക്കിയിട്ടുണ്ട്. 12 സ്റ്റേഡിയങ്ങളിലായി പ്രാദേശിക കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. 12 സ്റ്റേഡിയങ്ങളിലായി 41 മത്സര ഇനങ്ങളാണ് നിലവിൽ ഉണ്ടാവുക. ഒപ്പം തന്നെ 7 സ്കൂളുകളിൽ നിന്ന്, ഗൾഫ് രാജ്യങ്ങളിലെ 7 സ്കൂളുകളിൽ നിന്ന് 35 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. 1944 ഭിന്നശേഷി കായിക താരങ്ങളും കായികമേളയിൽ പങ്കെടുക്കും എന്നുള്ള കാര്യമാണ് മന്ത്രി വ്യക്തമാക്കിയത്.